നാട് ഇത്രയും നശിപ്പിച്ചിട്ട് പിന്നെ ഇനി അഭിപ്രായം ഒന്നുമില്ല. എല്ലാവർക്കും ദൈവത്തെ ഓർത്ത് പറയും. രാഷ്ട്രീയ പ്രത്യേകിച്ച് മാർക്സികാരെ ആരും പറയുന്നു. കാരണം അതുപോലെ ജനങ്ങൾ അഭിപ്രായം LDF ഇനി ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഈ കേരളം വീണ്ടും 50 വർഷം പിന്നോട്ട് പോകും. 10,000 വോട്ടും കൂടെ കൂടുതൽ കിട്ടും. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ആദ്യത്തെ സർക്കാർ അവർ സർക്കാരിൻ്റെ പ്രവർത്തനം ഇച്ചിരി മോശമുള്ളൂ. ശബരിമല വിഷയം തെറ്റ് ചെയ്തവൻ ആരായാലും ശരി, അത് പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വത്ത് കണ്ടുകെട്ടി മുതൽ അവിടെ കൊടുക്കണം. ആ അഭിപ്രായക്കാരനാണ്. മോളായാലും ആരായാലും ആര് വന്നാലും സജിച്ചെറിയാനെതിരായിട്ട് ഇവിടെ ജയിക്കാൻ വേറൊരാൾ ജയിക്കാൻ ചാൻസ് തീരെ കുറവാണ്. ഇവിടുത്തെ MLA മന്ത്രിയുമായ നമ്മുടെ സജി ശ്രീ സാറിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് സൂചിപ്പിക്കാമോ? നല്ല 10 വർഷത്തെ നല്ല അഭിപ്രായം, നല്ല ഭരണമായിരുന്നു. എല്ലാവരും പിന്നെ ഹോസ്പിറ്റലിലെ ഇവിടുത്തെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ പാണനാട്ടിലെ ഹോസ്പിറ്റലിലെ അതായത് വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റലിലെ പിന്നെ വിവിധ തരത്തിലുള്ള റോഡുകളെ അത് പാലങ്ങളെ എല്ലാം പുള്ളി എല്ലാം നല്ല ആൾക്കാർ എല്ലാം നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാടിനായാലും വീടിനായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. യാതൊരു ഭേദമന്യേ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ പറഞ്ഞാലും സാറ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ സാറ് വിജയിക്കും. 100%. സജി ചെറിയാൻ നല്ല വ്യക്തിത്വമാണ്. എല്ലാവരും ജാതി മത ഭേദമന്യേ വ്യക്തിത്വമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം ചെയ്യുന്നതല്ല. BJP പാർട്ടി അതിന്റെ പിന്തുണ അല്ലെങ്കിൽ ഇൻവോൾവ് കാരണം നമ്മുടെ സജി ചെറിയാൻ സാറിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ കാരണമുണ്ടോ? ഇല്ലില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല പറഞ്ഞു. സൈച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, ജനങ്ങൾക്ക് ഉപകാരിയാണ്. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇവിടെ പല കാര്യങ്ങളും സൈച്ചറിയ മന്ത്രി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സൈച്ചറിയ മന്ത്രിയായി ഇരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് 2018 പ്രളയത്തിനും പുള്ളി വളരെ കാര്യമായിട്ട് ഞങ്ങളെ നോക്കിയിരുന്നു. പുള്ളി ഇത് താഴെത്തട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ്. പല ആൾക്കാരോടും യോജിച്ച് ഇടപെട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഒരു മതം നോക്കി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ലത്. പ്രത്യേകിച്ച് ഒരു LDF സർക്കാരിൻ്റെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി മത്സരിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായും വിജയിക്കും. വിവാദങ്ങൾ എപ്പോഴും പാർട്ടിക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. പാർട്ടി അങ്ങനെ വിവാദങ്ങളുടെ മുന്നിൽ തോറ്റുപോകുന്നതല്ല. അതിപ്പം എപ്പോഴുള്ളതാണ് വിവാദങ്ങൾ അത് പുള്ളിയെ അത് ബാധിക്കത്തില്ല. കാരണം പുള്ളി നാടിന് വേണ്ടി വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് പുള്ളി. സൈച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ LDF സർക്കാരിൻ്റെ? കുഴപ്പമില്ലായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ നാടിന് വേണ്ടി എന്ത് പ്രശ്നങ്ങളിലും സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സജി സാർ. അതിന് ഉദാഹരണമാണ് ഈ പ്രളയം വന്ന് തകർന്ന ഈ നാട്ടിലെ ഈ റോഡുകൾ. അതുപോലെ തന്നെ ഏത് മേഖലയിലും എടുത്തു നോക്കിയാൽ ഒരു സാധാരണക്കാരൻ ഏത് സമയവും ചെല്ലാവുന്ന ഒരു വീടാണ് സജിച്ചറിൻ്റെ വീട്. അപ്പോൾ നല്ല അഭിപ്രായം തന്നെ. ഇല്ല, ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയുന്നില്ല. നാടറിഞ്ഞ മനുഷ്യനാണ്. ഈ നാടിൻ്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് സജി സാറ്. അദ്ദേഹത്തെപ്പറ്റി കുറ്റം പറയാനൊന്നുമില്ല. അത്രയ്ക്ക് പ്ലസ് പോയിന്റുകളേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഞാനൊരു ഇവിടുത്തെ ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ കണ്ട കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. ഞായറാഴ്ച പുള്ളി അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റാത്തതുപോലെ ആരും നിരാശമായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ LDF രണ്ടാം സർക്കാർ LDF ഭരണത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം? LDF സർക്കാരിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ സ്കൂളുകൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖല മൊത്തത്തിൽ, അതായത് 10 വർഷം കൊണ്ട് ഒരു 50 വർഷത്തെ പുരോഗതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ കിട്ടുന്നില്ല, എന്നിട്ട് പോലും കേരളം പിന്നോട്ട് പോകുന്നില്ല. നവകേരളം എന്ന വെറും പാഴ്വാക്കല്ലായിരുന്നു. നവകേരളം എന്നത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. LDF ഇനി ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഈ കേരളം വീണ്ടും 50 വർഷം പിന്നോട്ട് പോകും. അതേപോലെ തന്നെ സജി ചെറിയാൻ അടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. അദ്ദേഹത്തെ അറിയുന്ന മനുഷ്യർ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുകയുള്ളൂ. അദ്ദേഹം വരണം. ഈ തുടർന്നുള്ള LDF ഗവൺമെൻറ്റിൻ്റെ വികസന പരിപാടികൾ മുന്നോട്ട് പോകണമെങ്കിൽ LDF വീണ്ടും വരണം. ഇല്ലേ 50 വർഷം പിന്നോട്ട് തന്നെ പോയി കേരളം എന്ന ഈ നവകേരളം എന്ന സാധനം ഇവിടെ അവസാനിക്കും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു വിവാദമാണ് ശബരിമല വിഷയം, അമ്പലക്കൊള്ളയൊക്കെ. അപ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അതിനെപ്പറ്റി വാർത്തകളെല്ലാം വന്നില്ലേ? ഈ കട്ടവർ തന്നെ പാട്ടുപാടി ഇപ്പം അവർക്ക് ഇപ്പം നിയമസഭയിൽ തന്നെ അവർക്ക് വെറും നാടകം കാണിച്ചിട്ട്, അതായത് കേരളത്തിൻ്റെ വികസനത്തെ പറ്റി LDF സംസാരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിന് സംസാരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മോട്ടിച്ചോര് തന്നെ പാട്ടുപാടി
അതിപ്പം കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് വന്നു. ആ ബഡ്ജറ്റിൽ ഒരു പൈസ പോലും കേരളത്തിന് വേണ്ടി തന്നില്ല. അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കാൻ പോലുമില്ല. അവർ പോറ്റിയെ കയറ്റിയതാരും ആരാ കയറ്റിയെന്നുള്ളത് ഇപ്പം ജനത്തിന് അറിഞ്ഞില്ലേ. അതാണ്. അല്ലാതെ LDF സർക്കാർ അത് ഇപ്പോൾ LDFൽ ആരെങ്കിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞല്ലോ, കട്ടവൻ ആരായാലും അവരെ സഹായിക്കുന്ന ഒരു നിലപാട് LDF ഗവൺമെൻറ്റിനില്ല. അപ്പം തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് ഇപ്പം ജനത്തിന് ബോധ്യമായി തുടങ്ങി. അതുപോലൊരു MLA ഒരു മന്ത്രിയെ ഈ അടുത്ത കാലത്തെങ്ങും ചെങ്ങന്നൂരിന് കിട്ടിയിട്ടില്ല. സമാനതകളില്ലാത്ത വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഹോസ്പിറ്റൽ ഏതാണ്ട് 100 കോടി രൂപയൊക്കെ അടുത്ത് ചിലവാക്കി പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു പഞ്ചായത്താണ്. നേരെ ഈ പാലം അദ്ദേഹത്തിൻ്റെ നേരത്തെ ശോഭന ജോർജ് സമയത്ത് ആണ് ഉദ്ഘാടനം തുടങ്ങിയെങ്കിലും വിശ്വനാഥിൻ്റെ 2 ടേമിലും ഈ പാലം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ചെറിയാൻ മിനിസ്റ്റർ വന്നതിന് ശേഷമാണ് ഈ പാലം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രയാറും പാണ്ടാടുകളെ ബന്ധപ്പെട്ട് നിൽക്കുവാനും വികസനങ്ങൾ കൂടുതൽ നടത്തുവാനും ഈ പാണ്ടാട് പഞ്ചായത്തിൽ മുദ്രമണത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ അക്കരെ ഓട്ടിസം സെൻ്റർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടിസം സെൻ്റർ, ചെങ്ങന്നൂരെ മൊത്തം ഓട്ടിസമുള്ള കുട്ടികളെ താമസിപ്പിക്കാനും അവരുടെ ഫാമിലി ഉൾപ്പെടെ താമസിപ്പിക്കാനുള്ള ഓട്ടിസം സെൻ്റർ, അതിനോടനുബന്ധിച്ച് തന്നെ ഒരു അംഗനവാടി, അതിനോട് ചേർന്ന് തന്നെ ഇപ്പം 12.5 കോടി രൂപയ്ക്ക് ഒരു ഗവൺമെൻറ് ജീവനക്കാർക്ക് വന്ന് താമസിക്കാൻ ഒരു മിത്ര സെൻറ്റർ അവിടെ. ആ സെൻറ്റർ നമ്മുടെ വെളിയിലുള്ള ഗവൺമെൻറ് ജീവനക്കാരായ വനിതകൾക്ക് അവർ വൈകിട്ട് ഇവിടുന്ന് ബുദ്ധിമുട്ടി പോകാതിരിക്കാൻ നമുക്കിവിടെ വന്ന ഒരു തുച്ഛമായ റെൻ്റ് കൊടുത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ. പിന്നെ ഈ റോഡുകളൊക്കെ കണ്ട കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് അദ്ദേഹം വികസനം നടക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്നത് ഈ പുല്ലൂർ പാലച്ചോട് റോഡ്, ഈ റോഡ് ഇതുപോലുള്ള എല്ലാ റോഡുകളും മൊത്തം ഇനി ഒരു റോഡ് പോലും വികസിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ റോഡുകളും വികസിച്ചിരിക്കുകയാണ്. ഇത്രയും വികസനം നടത്തിയ ഒരു സ്ഥലം ചെങ്ങന്നൂര്, ഇത്രയും MLA-മാരൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും വികസനം നടത്തിയ സ്ഥലം ഇപ്പോൾ അടുത്താണ്ട് കുത്തിയതോട് പാലം ഉദ്ഘാടനം നടത്താൻ പോവുക. അത് പാണാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ആ റോഡുകൾ കല്ലിശ്ശേരി കുത്തിയതോട് റോഡുകൾ ഏതാണ്ട് 7.5 കോടി രൂപ മുടക്കിയാണ് അത് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പരിമല പാനാർ റോഡ്, ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോഡുകൾ, ഇതൊക്കെ ഏതാണ്ട് 10-12 കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും റോഡുകളെല്ലാം നല്ല രീതിയിൽ അത് ടാർ ചെയ്യുകയും അല്ലെങ്കിൽ വാർത്ത് ജനത്തിന് സഞ്ചാരയോഗ്യമാക്കി മാറ്റപ്പെട്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വികസനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നെങ്ങും തീരത്തില്ല. അത്ര വികസനമാണ് ഈ നാട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വികസനം നടത്തിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു MLA, ഒരു മന്ത്രി, ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടാണ്. അദ്ദേഹം ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത്. സമാനതകളില്ലാത്ത വികസനം, എല്ലാ രീതിയിലും നല്ല വികസനം നടത്തിയ വികസനത്തിനെ കുറിച്ചാണ് ചെങ്ങന്നൂരിലെ പല രീതിയിലും വികസനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഫയർ സ്റ്റേഷന്, പോലീസ് സ്റ്റേഷന്, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാം അദ്ദേഹം നടത്തിയ വികസനത്തിൻ്റെ അദ്ദേഹം എല്ലാ രീതിയിലുള്ള വികസനം നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതീതമായ രീതിയിൽ ഏത് രാഷ്ട്രീയക്കാരനും നോക്കുന്നില്ല. ചെന്നിട്ട് അദ്ദേഹത്തിനെ നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരു രീതിയിലും പാതിരാത്രിക്ക് എന്നാലും അദ്ദേഹത്തിനെ വിളിച്ചാൽ, നമ്മളിത് ഫോൺ വിളിച്ചാൽ അദ്ദേഹം ആ ഫോൺ എടുക്കും, അറ്റൻഡ് ചെയ്യും, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. അതിന് അന്നേരം പരിഹാരം കാണാനൊത്തില്ലെങ്കിൽ പിന്നെ അതിന് സമയം കണ്ടെത്തി അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകളെ അവിടെ പറഞ്ഞത് ആ രീതിയിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ സാധാരണക്കാരനെ കണ്ട് എല്ലാവരും തോളത്ത് കൈയിട്ട് എല്ലാവരും എവിടെ വെച്ച് കണ്ടാലും ആളുടെ പേര് പറഞ്ഞ് ഇത്രയും ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നു, ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്നു, ആ ഒരു ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം MLA ആയിട്ട് വന്നതിന് ശേഷവും മന്ത്രിയായതിനു ശേഷവും ആ ബന്ധങ്ങളെ ഇപ്പോഴും നിലനിർത്തുന്നത്. ഏത് സമയത്ത് അതുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന് കിട്ടിയ 32 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനടുത്തുണ്ട്. അതും കൂടെ അത്രയും കൂടെ ഒരു 10,000 വോട്ടും കൂടെ കൂടുതൽ കിട്ടും. എന്തെങ്കിലും എവിടെയെങ്കിലും ചാനലുകാരെന്തെങ്കിലും അല്ലെങ്കിൽ എവിടെ പറയുന്ന പോലെ അല്ലല്ലോ. ഇവിടുത്തെ പ്രവർത്തനം ജനം മനസ്സിലാക്കുന്നുണ്ട്. ജനം വികസനം എന്താണെന്നത് ജനം കണ്ടു. ആ വികസനത്തിൻ്റെ ഭാഗത്ത് കൂടി ജനം പോകത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നതിനനുസരിച്ചല്ല ജനം അവർക്ക് വോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വികസനം നടത്തിയ മനുഷ്യൻ എന്ന നിലയിൽ ജനം അദ്ദേഹത്തിൻ്റെ കൂടാണ് അദ്ദേഹത്തിനെ നോക്കുന്ന ഇവിടുത്തെ വികസനം എന്തൊക്കെ നടത്തി എന്നതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിലൂടെയാണ്
ആ വിലയിരുത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ 10 വർഷത്തെ ആ പ്രവർത്തനത്തിൻ്റെ ഫലം എങ്ങനെയാണെന്നുള്ളത് ജനം വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം കൂടുകയല്ലാതെ കുറയത്തില്ല. ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിനെക്കാട്ടും കൂടുതൽ മെച്ചമായിട്ടുള്ള പ്രവർത്തനമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനം. എല്ലാ മേഖലകളിലും ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനത്തിന് ഇതറിയാം. എല്ലാ മേഖലയും നമ്മൾ തൊഴിൽ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാണ് പിണറായി വിജയൻ്റെ രണ്ടാം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലനിൽക്കുന്നു. ഈയിടെ ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തി അത് പിടിക്കപ്പെടുകയും ചെയ്യും. അല്ലാതെ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല അഭിപ്രായമുള്ളൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. പാറനാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ചെങ്ങന്നൂർ താലൂക്ക് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഈ പാറനാട്ടിൽ ഒരുപാട് കാര്യം ചെയ്തിട്ടുള്ള സഹിച്ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല പ്രവർത്തകനാണ്. ഇപ്പോഴും തന്നെയല്ല, വലിയ ചെറുപ്പത്തിൻ്റെ കമ്മ്യൂണിറ്റിക്കാരനും നല്ല പ്രവർത്തകനും. ആദ്യത്തെ സർക്കാർ നല്ലതായിരുന്നു. രണ്ടാം സർക്കാരിൻ്റെ പ്രവർത്തനം ഇച്ചിരി മോശമുള്ളൂ, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. പിന്നെ പറഞ്ഞല്ലോ, ഞാൻ ഇടതുപക്ഷക്കാരനാണ്, CPI-ക്കാരനാണ് ഞാൻ. പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റാ എന്ന് പറയുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പാലം ഇത് തന്നെ പൂർത്തീകരിച്ച് രണ്ടാമത് കൊണ്ടുവരികയും പുള്ളിയുടെ ശ്രമഫലമായിട്ടാണ് ഇതിങ്ങനെ നടന്നത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോയിക്കത്തുള്ളൂ. UDF ഭരണത്തിൻ്റെ കീഴിൽ ഇതൊന്നും സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു. 3 പ്രാവശ്യം തന്നെ അവർ നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ്. അതിനുശേഷവും പാലത്തിൻ്റെ ഒരു സ്ഥിതിയും നടക്കാതെ വന്നപ്പോഴാണ് പുള്ളിയുടെ വീണ്ടും ബൈ ഇലക്ഷനിൽ ജയിച്ചു വന്ന് ഈ ഭാഗത്ത് ഇത്രയും നല്ലൊരു പാലം കൊണ്ടുവരിക. അത് കാരണം ജനങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിലുള്ള അദ്ദേഹം ഇടപെട്ട് എല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? പിന്നെ 100% പുള്ളി ജയിച്ചിരിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് പറഞ്ഞാൽ സഹിച്ചറിയാൻ ഈ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് മാത്രം മതി. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ പുള്ളിയെ ജയിപ്പിക്കണമെന്നും അറിയാം. അതേ രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ ഇത്രയും നല്ലൊരു ആശുപത്രി പണിത് വരികയാണ്. അതുപോലെ സ്റ്റേഡിയം, അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രയാർ ഇപ്പോഴത്തെ 8-ാം വാർഡിൽ പുതിയൊരു സംരംഭം വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഓട്ടിസം സെൻറ്റർ, അത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വനിതാ ഹോസ്റ്റൽ, അതും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് ആരും മറക്കില്ല ഒരിക്കലും. ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹം ജയിപ്പിക്കണമെന്നുള്ളത്. അദ്ദേഹത്തെ പോയി കാണാനും ഓരോ കാര്യങ്ങൾ ഞാനും ഈ എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടി പല പ്രാവശ്യം പുള്ളിയെ കാണുകയും ഓരോ ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ അത് കൃത്യമായി നടത്തിയിരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് വളരെ നല്ല അഭിപ്രായമാണ്. വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഒട്ടുമിക്ക മേഖലകളിലും എല്ലാം നല്ല രീതിയിലുള്ള വികസനം നടത്തിയിരിക്കുന്നത്. അത് മറ്റുള്ളവർ പറയുന്ന പോലെ അത് അങ്ങനെയാണ് എന്നുള്ളൊരു രീതി വെച്ച് പുലർത്തുകയല്ല, നല്ല വൃത്തിയായ രീതിയിൽ ഓരോന്നും നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. ഒന്നും മോശമായ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. റോഡുകളൊക്കെ പണിയുന്നുണ്ട്, പല ഉപകാരങ്ങളും ഓരോരുത്തർക്ക് ചെയ്യുന്നുമുണ്ട്. ചെയ്യുന്നില്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. ആരെങ്കിലും ഒരു 100 ഗുണം ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്താൽ ആ 100 തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്, ഇല്ലേ? ഉണ്ട്. അതുപോലുള്ള അദ്ദേഹം കുഴപ്പമില്ല. സാറ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഇദ്ദേഹം കാണണം. ഇദ്ദേഹം പലവണ ജയിച്ചില്ലേ, ഒരു ജനകീയ അറിവുള്ളൊരു ആളാ എന്നുള്ളൂ. എനിക്കിഷ്ടം LDF ജയിക്കണമെന്ന് തന്നെ. സജിചെറിയാൻ സാറാണ് വിജയിക്കും എന്ന വിശ്വാസമുണ്ട്. വിജയിക്കും. പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളൊക്കെയാണ്. സോഫാർ ഒരുപാട് കാര്യങ്ങൾ ചെങ്ങന്നൂരിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് ആക്സസിബിളാണ് ആള്, കുഴപ്പമില്ല. അവിടങ്ങളിലെ കാര്യങ്ങളിലെല്ലാം വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്, തരക്കേടില്ല. അദ്ദേഹം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമോ? അതിപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന പോലെ ഇരിക്കത്തില്ലേ. ഇപ്പോൾ ഓരോ വേവ് ഉണ്ട്, അന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. നോർമലി പുള്ളി ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നിയമസഭാ ഫലം വരുമ്പോൾ അറിയാം അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ജയിക്കത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പുള്ളിക്ക് ഇവിടെ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്, അതുകൊണ്ട് പുള്ളി ജയിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാം സർക്കാർ പ്രകടനം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വളരെ എന്താണെന്നുള്ളത്. ഒന്നാമത്തെ ഭരണമാണോ രണ്ടാമത്തെ ഭരണമാണോ? ഒന്നിനേക്കാൾ മോശമാണ് രണ്ടാമത്തെ ഭരണം. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ നാട്ടിൽ കുറച്ച് ഈ കെട്ടിടങ്ങളുമൊക്കെ പണിയുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചിട്ടില്ല. ഇപ്പോൾ കുടിവെള്ള പദ്ധതി ആയാലും അതേപോലെ തന്നെ സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ വികസനങ്ങളായാലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നല്ലോ. അതൊക്കെ നമ്മുടെ സജിചെറിയാൻ സാറിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിനെ അനുകൂലമായിട്ട് ബാധിക്കുമോ?
അത് അത്ര ജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രസീവായിട്ട് വന്നിട്ടില്ല. അത്ര ഗുണകരമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഗവൺമെൻറ്റിൻ്റെ കുറേ ഫണ്ടുണ്ട്, അത് വിനിയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് പുള്ളിക്ക് ക്രെഡിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ നമ്മുടെ സാധാരണക്കാരന് എപ്പോഴും ചെന്ന് കാണാനും സംസാരിക്കാനും നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനും പറ്റുന്നതെന്നാണോ? അതൊക്കെ പറ്റും. അതിന് എപ്പോഴും പുള്ളിക്ക് ആക്സസിബിളാണ് തുക. ഇപ്പോൾ തന്നെ ഈ കരുണ പോലുള്ള ചില പാലിയേറ്റീവ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമോ? അതൊക്കെ അത് പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനമാണ്. അതത്ര ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പാർട്ടിക്കാരാണ് അത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പുള്ളിക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ജാതിമത ഭേദമന്യേ തന്നെയാണ്. പുള്ളിക്ക് യാതൊരു വർഗീയ ചിന്താഗതികളും ഇല്ല. ഈ പഞ്ചായത്ത് ഇലക്ഷനിലും ഇതേപോലെ ഇവിടുത്തെ മുനിസിപ്പൽ ഇലക്ഷനിലും UDF ആണ് ലീഡ് കൂടുന്നത്. UDF ലീഡ് കൂടുന്നു എന്നൊറ്റ കാരണത്താൽ സജി ചെറിയാൻ്റെ വിജയത്തെ അത് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കണമെന്നില്ല. ചെങ്ങന്നൂരിൽ ഇതുവരെ ഇതുപോലൊരു പുരോഗമനം കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്ന അനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു എതിരഭിപ്രായം പുള്ളിയെക്കുറിച്ച് പറയാൻ കാണത്തില്ല. അതാണ് എൻ്റെ സത്യം. 100% എല്ലാം കൊണ്ടും നല്ല അഭിപ്രായം തന്നെയാണ്. പുള്ളിയുടെ കൂട്ടൊരു വികസനം ഇവിടെ നടത്തിയേക്കുന്ന ഇതുവരെ എൻ്റെ ഈ പ്രായത്തിൽ ഇതുവരെ ആരും അങ്ങനെ ഇതുപോലൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല. സജി ചെറിയാനെതിരായിട്ട് ആര് നിന്നാലും ജയിക്കാൻ ചാൻസ് ഇല്ല. സജി ചെറിയാനെ ജയിക്കാൻ ചാൻസ് ആര് വന്നാലും സജി ചെറിയാനെതിരായിട്ട് ഇവിടെ ജയിക്കാൻ വേറൊരാൾ ജയിക്കാൻ ചാൻസ് തീരെ കുറവാണ്. ഞാൻ പല പ്രാവശ്യം പോയിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. കണ്ടത് നമ്മളൊരു ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പുള്ളി അതിനുള്ളൊരു നിർദ്ദേശം തരുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് ഉടനെ അതിനൊരു ഉറപ്പ് തരുന്ന അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് പുള്ളി. അതുകൊണ്ട് ദോഷമൊന്നും പുള്ളിക്ക് വരാൻ ചാൻസ് ഇല്ല. ഈ ജാതിമത ഭേദമന്യാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതിനുള്ള 100% ജാതിമത അവിടെ ഇപ്പോൾ അമ്പലക്കുളങ്ങളായാലും പള്ളിയുടെ കാര്യങ്ങളായാലും മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും പുള്ളി ചെയ്തിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ ഒരു 100% പുള്ളിക്ക് മാർക്ക് കൊടുക്കാം. ഇപ്പോൾ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലാണ് ലീഡ് കൂടുതൽ. ആ ലീഡ് നമ്മുടെ സജി ചെറിയാൻ്റെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് സജി ചെറിയാൻ നിൽക്കുവാണെങ്കിൽ ഒരിക്കലും വായിക്കാനുള്ള ചാൻസ് ഇല്ല. ചെങ്ങന്നൂരിനെ സംബന്ധിച്ചാണെങ്കിൽ എന്നുവെച്ചാൽ പുള്ളി അതുപോലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അത് ഏത് വ്യക്തികളാണെന്ന് പറഞ്ഞാലും ഒരു നെഞ്ചത്ത് കൈവച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വോട്ട് കൊടുക്കാൻ ചാൻസ്. ഈ പ്രാവശ്യം മൂന്നാമതും LDF വരാനാണ് ചാൻസ്. ചിലപ്പം ഇച്ചിരി കഴിഞ്ഞ പ്രാവശ്യം 99 പിടിച്ചപ്പോൾ ചിലപ്പോൾ സ്വല്പം കുറയാൻ ചാൻസ് വന്നാലും പക്ഷേ തീർച്ചയായിട്ടും മൂന്നാമതും LDF വരാനാണ് താഴെ. രാഷ്ട്രീയം നോക്കിയാണോ അത് വ്യക്തിപരമായി നോക്കിയാണോ? വ്യക്തിപരമായിട്ട് മാത്രം നോക്കിയാണ്, രാഷ്ട്രീയമല്ല ഇതിനകത്ത്. സജി ചെറിയാനെ സംബന്ധിച്ച് അത് വ്യക്തിപരമായിട്ട് മാത്രമാണ് വോട്ട് വരുന്നത്, അല്ല രാഷ്ട്രീയമല്ല ഇതിനകത്ത്. അതുകൊണ്ട് എല്ലാ ജാതി മത്സരയും വോട്ട് കിട്ടാൻ സാഹചര്യമുണ്ട്. ഇടതുപക്ഷം ജയിച്ചു വരണമെന്ന് പറയുന്നത് ഇനി വികസനത്തിൻ്റെ മുന്നോട്ടുള്ള പാതകൾ അവർ മാത്രമേ ചെയ്യുള്ളൂ. ആര് വന്നാലും ഇനി LDF രണ്ടാം ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഭരണം തന്നെയാണ്. ഒന്നായിരുന്നോ മെച്ചം, അതോ രണ്ടായിരുന്നോ? രണ്ടും മെച്ചമാണ്. സജി ചെറിയാൻ നല്ല മന്ത്രിയാണ്. റോഡുകളെല്ലാം വികസിച്ച് നല്ല ഇതായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.